തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് പറവെപ്പ്. വിവിധ ദ്രവ്യങ്ങൾ നിറവറയിൽ നിറച്ചു വെച്ച് ഭഗവതിയെ വരവേൽക്കുക എന്നതാണ് പറയെടുപ്പിലെ വിശ്വാസം. ഇത്തവണയും തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്ത് കടന്നു പോകുന്ന വഴിത്താരകളിൽ നിരവധി മനോഹരമായ പറകളാണ് വിശ്വാസികൾ ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് നിരവധി മനോഹര കാഴ്ചകളുണ്ട്. അതിലൊന്നാണ് പറയെടുപ്പ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ വഴിത്താരകളിൽ നിരവധി നിറപ്പറകൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വെള്ളാട്ട് കളരി പരദേവത ക്ഷേത്രത്തിന്റെ ഈ ഒരു നിറപറകൾ നിറച്ചു വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. വിവിധ ദ്രവ്യങ്ങൾ നിറപറകളിൽ ഇങ്ങനെ നിറച്ച് വച്ചിരിക്കുന്ന മനോഹര കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിലും മലരും ശർക്കരയും അതുപോലെ വിവിധ കാഴ്ചദ്രവ്യങ്ങൾ, വിവിധ ഫലവർഗ്ഗങ്ങളുണ്ട്, മഞ്ഞളുണ്ട്, നവധാന്യങ്ങളുണ്ട്. അങ്ങനെ വിവിധ ദ്രവ്യങ്ങൾ ഇങ്ങനെ നിറപറ നിറച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ നിറപറ നിറച്ചു വെച്ചവരോട് തന്നെ ചോദിക്കാം. ഒരുപാട് ദ്രവ്യങ്ങളുണ്ടല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ഓരോ ഐറ്റം ഉണ്ടായിരിക്കുള്ളൂ. 101 പറയും വ്യത്യസ്തമാണ്. അത് കഴിഞ്ഞത് അമ്പലത്തിലേക്ക് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത് പ്രസാദമായിട്ട്. 2 ദിവസത്തെ ജോലിയായത് അങ്ങനെയാണ്. ഏതായാലും ഒരുപാട് ദ്രവ്യങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായ കാഴ്ച. ഈ ഭഗവതിയുടെ തിടമ്പുമേറ്റിക്കൊണ്ടിങ്ങനെ കടന്നു വരുന്ന ആ തിരുവമ്പാടി കണ്ണൻ എന്ന ആന കടന്നു വരുന്ന വഴിത്താരകളിലൊക്കെ തന്നെയും ഇങ്ങനെ നിലവിളക്ക് കൊളുത്തി വെച്ച് നിറപറകൾ നിറച്ച് വെച്ച് തൊഴുകൈയോടെ നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളെ വലിയ ആവേശത്തോടുകൂടെ ഈ പൂരത്തിൻ്റെ ആ ആകാംക്ഷയിലാണ് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൂരത്തിന് വിവിധ ദ്രവ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭഗവതിയെ വരവേൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ദ്രവ്യങ്ങൾ നിറപറകളിൽ നിറച്ചു വെച്ച് അതിന് മുകളിൽ ഒരു താമര പുഷ്പവും ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവതിയെ വരവേൽക്കുകയാണ് ഇവർ എന്നുള്ളതാണ്. ഏതായാലും ഇത് പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ഇത്തവണയും പൂരത്തിന് ഈ ചടങ്ങ് വളരെ മനോഹരമായിട്ട് തന്നെ നടക്കുന്നു. ഒരുപാട് ആളുകൾ ഈ ചടങ്ങ്, ഈ നിറപറകൾ കാണുന്നതിനും, എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ നിരവധി വൈവിധ്യങ്ങളുണ്ട്. അതിലൊരു വളരെ വൈവിധ്യമാർന്ന ഒന്നാണ് ഇങ്ങനെ നിറപറകൾ നിറച്ചു വെച്ചുകൊണ്ട് ആ നിറപറകളെ സ്വീകരിക്കുന്നത്. അതിനെ ഇപ്പോൾ ആ കൊമ്പനാനയും മറ്റൊക്കെ കടന്നു വരുമ്പോൾ ആ കൊമ്പനാനകളുടെ പുറത്തേക്ക് പുഷ്പങ്ങൾ ആളുകൾ വാരി വിതറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഭഗവതിയെ സ്വീകരിക്കുകയാണ് ഈ നിറപറകൾ നിറച്ചു വെച്ചുകൊണ്ട്. ആ നിറപറയിൽ നിറച്ചു വെച്ച പുഷ്പങ്ങളൊക്കെ ആനകളുടെ പുറത്തേക്ക് എറിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇത്തവണയും വളരെ മനോഹരമായിട്ട് തന്നെ ഈ നിറപറയും മറ്റും വെച്ചുകൊണ്ട് ഭഗവതിയെ സ്വീകരിക്കുകയാണ് പൂരത്തിന്.